എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് നിഫ്റ്റി ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിന് ശേഷം കവറിങ് വന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, കറക്റ്റ് CPR ലെവലിൻ്റെ ടോപ്പിൽ ജസ്റ്റ് ഹിറ്റായി അതിനുശേഷം വീണ്ടും തിരിച്ചിറങ്ങിപ്പോന്നു. ഏകദേശം ഫ്ലാറ്റായിട്ടാണ് മാർക്കറ്റ് ക്ലോസിങ് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 0.5% താഴെയാണ്. ബാങ്ക് നിഫ്റ്റിയാണ് നിഫ്റ്റിയെ കൂടുതലും താഴോട്ട് വലിക്കുന്നത്. ഡൗൺ ഓപ്പണിംഗ് വന്ന് ഡൗണിൽ തന്നെ നിൽക്കുകയാണ്. പ്രീവിയസ് ഡേ ഹൈയിലെ ഓപ്പണിങ്ങിലൊന്ന് പ്രീവിയസ് ഡേ ലോയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു. അതിനുശേഷം പിന്നെ ആ റേഞ്ച് വന്നിട്ടേ ഇല്ല. ഏകദേശം ആ റേഞ്ച് വരുന്നുണ്ട്. ലാസ്റ്റ് ഇങ്ങനെ ഇത് നിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇന്ന് നിഫ്റ്റി ഫ്ലാറ്റായിട്ടും ബാങ്ക് നിഫ്റ്റി 0.5% മൈനസിലാണ് ക്ലോസിങ്. അപ്പോൾ നാളെ ചിലപ്പോൾ ഒരു ഹെവി മൂവ്മെൻറ്റിന് ചാൻസ് ആണ് ഈ ബാങ്ക് നിഫ്റ്റിക്കകത്ത്. അതപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ഒരു റേഞ്ചിൽ അത് സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഫുള്ള്. ഇന്നലെ അതുപോലെ സപ്പോർട്ട് എടുത്തു, പക്ഷേ അതിൻ്റെ താഴെ ഓപ്പണിങ് വരുന്നത്. താഴെ ഓപ്പണിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീക്കാണ്. ഇന്നും അതുപോലെ തന്നെ സപ്പോർട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. ഇതിന് താഴെ പോകരുത്. ഇന്ന് അടിച്ചേക്കുന്ന ലോ നാളെ ബാങ്ക് നിഫ്റ്റി അടിക്കരുത്. അഥവാ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് കയറുകയാണെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പോൾ കയറി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നാളത്തേന് ഉള്ള ഷെയർസ് നോക്കാം. ജസ്റ്റ് അതിന് മുന്നേ നമുക്ക് വേൾഡ് മാർക്കറ്റ് ജസ്റ്റ് നോക്കിയേക്കാം. അമേരിക്കൻ മാർക്കറ്റ് എല്ലാം ഫ്ലാറ്റാണ്. യൂറോപ്യൻ മാർക്കറ്റ് ചെറുതായിട്ട് പ്ലസ്സിലുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം 22 പോയിന്റ് മൈനസ് കാണിക്കുന്നുണ്ട്. ഇതിപ്പോഴത്തെ ഒരു ഇതാണ്. നൈറ്റിൽ അമേരിക്കൻ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് ഒക്കെ അനുസരിച്ച് ഇതിനകത്ത് ചേഞ്ചസ് വരും. അപ്പോൾ നമുക്ക് അടുത്ത നാളത്തെ ഷെയർസ് നമുക്ക് നോക്കാം. നാളെ നമ്മൾ 16 ഷെയറാണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൽ നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകളൊന്ന് ഈ ഹിന്ദുസ്ഥാൻ സിങ്ക് നമുക്ക് ചാൻസ് നോക്കാം. അത് വന്നിട്ട് 500 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. 500 മുകളിൽ പോയിട്ട് ഈ 491 കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അതല്ല 510 പോയിട്ട് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 510 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ആ സമയത്ത് വന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് ഹിന്ദുസ്ഥാൻ സിങ്കിന് ചാൻസ് എടുക്കുക. അതുപോലെ സൂര്യറോഷ്നി അതിൻ്റെ ഇന്നത്തെ മൂവ്മെൻറ്റ് കണ്ടിട്ട് വീക്ക്നെസ് ആണ്. അപ്പോൾ നാളെ ചിലപ്പോൾ ഓപ്പണിങ്ങിൽ ഒരു 645 48 വന്നതിന് ശേഷം ഈ ആവറേജ് കട്ട് ചെയ്തെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് സൂര്യറോഷ്നിക്കകത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ട്രൈ ടർബൈൻ 600 to 600 റേഞ്ചാണ് കാണിക്കുന്നത്. ട്രൈ ടർബൈൻ നല്ല വോളിയുള്ള ഷെയർ. അപ്പോൾ 600 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് താഴോട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഈ ലെവൽ ശ്രദ്ധിക്കുക. ഈ 89 90 ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ലെവൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ HG ഇൻഫ്ര ഇന്ന് 5% ആണ്. അപ്പോൾ നാളെ ഇത് ഈ R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ചാൻസ് എടുക്കാം, നല്ല ചാൻസ് എടുക്കാം. ആ സമയത്ത് വരുന്ന ഹൈ ഇപ്പം 1230-35 ആണെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചേ എടുക്കാവൂ. ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് ക്വാണ്ടിറ്റി കുറച്ചേ എടുക്കാവൂ. നോർമൽ ഒരു 1222-23 ആണെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. സെല്ലിംഗ് ആണ് പറയുന്നത്. പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവർ അത് ശ്രദ്ധിക്കണം. അതുപോലെ ഈ KSCL വന്നിട്ട് നല്ല സ്ട്രോങ് ക്ലോസിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. എന്നാലും വെയിറ്റ് ചെയ്യരുത്. എൻട്രി എടുത്ത് 10 രൂപ കിട്ടുവാണെങ്കിൽ അന്നേരം ബുക്ക് ചെയ്ത് മാറുക. ഹഡ്കോയ്ക്കകത്തും വന്നിട്ട് ഹഡ്കോ ഒരു 200 ഈ R2 മുകളിൽ പോയിട്ട് ഇറങ്ങുമ്പം എൻട്രി എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഈ റേഞ്ചിലും എടുക്കാം, നോർമൽ എടുക്കുന്ന പോലെ എടുക്കാം. പക്ഷേ നമുക്ക് കൂടുതൽ പ്രോഫിറ്റിന് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഈ റേഞ്ചിൽ നിന്ന് ഇറങ്ങിയാൽ R2, അതായത് 5% ആകും ആ റേഞ്ച് ആകുമ്പോഴത്തേന്. CGCL നല്ല മൂവ്മെൻ്റ് ആണ്. CGCLും R2 എന്ന് താഴെ ഇറങ്ങുമ്പോഴായിരിക്കും നല്ലൊരു ചാൻസ്.
R1 താഴെ ഇറങ്ങുമ്പോൾ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ അന്നേരത്തെ മൂവ്മെൻ്റ് അനുസരിച്ച് അതിൻ്റെ കട്ട് ചെയ്ത് വിടണം. പിന്നീട് കാർ ട്രേഡ് ഈ ഷെയർ നാളെ 1000 രൂപയുടെ മുകളിൽ പോയിട്ട് തിരിച്ച് R1 കട്ട് ചെയ്തെങ്കിൽ നല്ലൊരു ഇറക്കം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഒരു 50-60 രൂപ അല്ലെങ്കിൽ ചിലപ്പോൾ 100 രൂപയായി ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ്. അതിൻ്റെ റിസൾട്ട് നല്ലതായിരുന്നു. അപ്പോൾ റിസൾട്ടിൻ്റെ ഒരു ബേസിലുള്ളൊരു കയറ്റമാണ്. 2-3 ദിവസം ഉണ്ട്. ഏകദേശം 200 ചില്ലുവാനും രൂപ അത് കയറിയിട്ടുണ്ട്. ഈ ഷെയർ നോക്കുക, ഇത് പതുക്കെ അപ്സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോങ് ടൈമിലേക്കൊക്കെ നല്ല ഷെയറാണ് PDMJ പേപ്പർ എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ഈ R1 R2 റേഞ്ച് വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലതാണ്. നോക്കുക, ചാൻസ് എടുക്കുമ്പോൾ നോക്കുക. ഇന്ന് ഭാരത് ഫോർജ് ഇതിൻ്റെ ആക്ച്വൽ ക്ലോസിങ് ഈ 405 മുകളിലാണ് എനിക്ക് തോന്നുന്നത്. 1434 സംതിങ് ആണെന്ന് തോന്നുന്നു. ഇത് ലാസ്റ്റിലെ ആവറേജാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ ഒരു പ്രാവശ്യം ഇത് നല്ലൊരു ഹെവി മൂവ്മെൻ്റ് ഓപ്പണിങ് കാണിക്കും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ റേഞ്ച് അടിക്കാൻ ചാൻസ് കൂടുതൽ. ഈ R1 അടിക്കുന്നില്ല എങ്കിൽ ഈ ഒരു ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ മാത്രമേ ചാൻസ് എടുക്കാവൂ. ഓപ്പണിങ്ങിൽ ഈ ലെവലിനൊക്കെ മുകളിൽ പോകാൻ ചാൻസ് കൂടുതലാണ്. അത് ഹെവി മൂവ്മെൻ്റാണ്. നല്ല പിന്നെ റിസൾട്ട് കുഴപ്പമില്ലാത്ത, പക്ഷേ മാനേജ്മെൻറ്റ് കമൻട്രി നല്ലതായതുകൊണ്ടാണ് അത് നല്ലതായിട്ട് കയറിയിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. പക്ഷേ ഇത് ഏതെങ്കിലും ലെവലിൽ വന്ന് തിരിയുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും സെല്ലിങ്ങിന് വേണ്ടിയുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ 2 ഷെയറും R1 R2 റേഞ്ചിൽ നിന്ന് ചാൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. നല്ല മൂവ്മെൻറ്റ് കിട്ടി. ഇത് ASM ലിസ്റ്റിലാണ്, ശിവ മിൽസ്. അപ്പം വിൽക്കാറുള്ള ആൾക്കാർക്കൊന്നും അത് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ചിലർക്ക് പറ്റും. പറ്റുന്നവരെ അതിൻ്റെ അനുസരിച്ച് മൂവ്മെൻറ്റ് നോക്കി നമ്മൾ പറയുന്ന രീതി ചെയ്യുക. ഏത് ലെവലിൽ നിന്നാണ് ഫസ്റ്റ് റിവേഴ്സ് ആകുന്നത് ആ ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, എൻട്രി സ്റ്റാർട്ട് ചെയ്യുക, സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ ഇപ്പോൾ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. അത് ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഹെവി മൂവ്മെൻ്റ് അല്ല, പതുക്കെ കയറിയിട്ട് അതുപോലെ തന്നെ പതുക്കെയാണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇന്നത്തെ ദിവസം ട്രേഡിങ് നമുക്ക് ചാൻസ് വന്ന ഷെയർസ് ഒന്ന് നോക്കാം. സെലൻ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് നേരെ കയറി ഹൈ അടിച്ചു 734.55. അതിന് ശേഷം ഈ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വരും. നമ്മൾ 726 താഴെ നമ്മൾ എൻട്രി ചെയ്താൽ ഇവിടെ 714 ആ റേഞ്ചിൽ തന്നെ നേടി. ലാസ്റ്റിലത് ഇറങ്ങി 703 695 വരെ വന്നു. നല്ലൊരു ഓപ്പണിങ്ങിൽ അത് 695 വന്നു. പിന്നെ ക്ലോസിങ്ങിലും അത് ആ ലെവലിൽ തന്നെയാണ് വന്നത്. പക്ഷേ എങ്കിൽ ആവറേജ് വന്നിട്ട് 703 കാണിക്കുന്നത്, ക്ലോസിങ് ആവറേജ്. അതിനുശേഷം ഓൾസെക് എന്ന് പറയുന്ന ഓൾസെക് ടെക്നോളജീസ് ഇവിടെ ഒരു പ്രാവശ്യം ഇതിന് മുകളിൽ പോയി ഈ ലെവലിന് താഴെ ഇറങ്ങുന്നുണ്ട്. നോക്കിയേ, താഴെ ഇറങ്ങുന്ന നമ്മൾ നോർമൽ എന്ത് ചെയ്യും, നമ്മളിവിടെ എൻട്രി എടുക്കും. എൻട്രി എടുത്താൽ 1011 എൻട്രി എടുത്ത് നമ്മൾ ഇതിൻ്റെ ഹൈയിൽ കൊണ്ട് 1017 സ്റ്റോപ്പ് ലോസ് ഇട്ട് അത് അടിച്ച് പോകുന്നുണ്ട്. ഇവിടെ അടിച്ച് പോയി പിന്നെ തിരിച്ച് പെട്ടെന്ന് ഫ്ലാഷ് അടിക്കുന്നത്, തിരിച്ചിറങ്ങി വരുന്നത്, വീണ്ടും തിരിച്ച് കയറി പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതുപോലെ ഹെവി മൂവ്മെൻറ്റ് കാണിക്കും, വെയിറ്റ് ചെയ്യുക. നമുക്ക് പിന്നെ ഇവിടാണ് ചാൻസ് വരുന്നത്. ഇവിടെ ഒരു 7 രൂപ പോയെങ്കിലും നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് 1010 വീണ്ടും ഒരു എൻട്രി എടുത്താൽ നമുക്ക് 984 980 പിന്നെ ലാസ്റ്റ് വീണ്ടും കയറി വരുന്നുണ്ട്. ഇവിടെ 7 രൂപ സ്റ്റോപ്പ് ലോസ് പോയാലും ഇവിടെ നമുക്ക് 1010 എന്നൊരു 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ 2 ക്യാരറ്റിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ജ്യോതി ലാബ് നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ജ്യോതി ലാബ് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 മുകളിൽ കയറി പോയി ഇറങ്ങി. 473 ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ നോക്കിയേ 456 ഏകദേശം 17 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. പിന്നെ അത് വീണ്ടും ആവറേജ് വന്നിട്ട് വീണ്ടും തിരിച്ച് കണ്ടിന്യൂസ് ഇറക്കമായിരുന്നു. അരവിന്ദ് എന്ന് പറയുന്ന ഷെയർ
അരവിന്ദ് ഷെയർ ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്ന് നേരെ കയറിപ്പോയി. പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു. R1 അടിച്ചു തന്നെ ഇവിടെ നമുക്കൊരു എൻട്രി വരുന്നുണ്ട്. 375 എൻട്രി എടുത്താലും നമുക്ക് 3 രൂപ പ്രോഫിറ്റ് തരുന്നുള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ 377 2 രൂപ സ്റ്റോപ്പ് ലോസ്, ഈ സ്റ്റോപ്പ് ലോസ് നമ്മളെ പോകും. ഇവിടെ പോയാലും നമുക്ക് വിഷയമല്ല, നമ്മൾ 2 രൂപയെ പോകുന്നുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ അടുത്ത ലെവൽ വരുന്നുണ്ടോ, വരുന്നില്ല. അപ്പോൾ പിന്നെന്താണ് ചെയ്യുന്നത്, തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. തിരിച്ച് ആ സെയിം ലെവൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും എൻട്രി ചെയ്യുക. 76 വീണ്ടും എൻട്രി ചെയ്താൽ നമുക്ക് 362 14 രൂപ, 360 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. 16 രൂപ, 2 രൂപ ആദ്യത്തെ ലോസ് പോകുന്നുണ്ട്. അതിനുശേഷം 15 16 15 കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു 10 രൂപയെങ്കിലും ഈസി ആയിട്ട് കിട്ടും. കുക്ക് കാമ്പിലി എന്ന് പറയുന്ന ഷെയർ അത് 1 സൈഡ് താഴോട്ടായിരുന്നു. നമ്മൾ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 പോയി, അതിനുശേഷം ഇറങ്ങി, പിന്നെ കയറിയിട്ടേയില്ല. ഇവിടുന്ന് 171 50 എൻട്രി എടുത്താലും നമുക്ക് 166 വരെ വരുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റിൽ വീണ്ടും 163 പോകുന്നുണ്ട്. പിന്നെ കാർ ട്രേഡ് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ നമുക്ക് ചാൻസ് പല പ്രാവശ്യം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചാൻസ് തന്നിട്ടുണ്ട്. 897 നമുക്ക് 882 15 രൂപയ്ക്ക് അടുത്ത് ചാൻസ് തന്നു. ഇവിടെ വീണ്ടും കയറി പോയിട്ട് R2 അടിച്ചതിന് ശേഷം ഇറങ്ങുന്നുണ്ട്. ഇവിടെ നമ്മൾ വീണ്ടും 937 എടുത്താൽ 913 വരെ വരുന്നുണ്ട്. ഏകദേശം 25 രൂപയ്ക്ക് അടുത്ത് അവിടെ കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഹൈ അടിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ എൻട്രി എടുക്കാൻ പറ്റും. നമ്മൾ ലെവൽ കണ്ടി ഇവിടെ വേണമെങ്കിൽ എൻട്രി എടുക്കാം. 938 എൻട്രി എടുത്താൽ നമുക്ക് വീണ്ടും 922 14 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ഹെവി മൂവ്മെൻ്റാണ്. ഇത് കാണുമ്പോൾ നമുക്കറിയാം ആൾക്കാരെ ഇതിനിടയിലൊക്കെ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരാൻ ചാൻസ് കൂടുതൽ. കറക്റ്റ് ലെവൽ വരുന്നിട്ട് ഇറങ്ങുമ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം തേജസ് നെറ്റ് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കുക. 1025 എടുത്താൽ 1003 വരെ വരുന്നുണ്ട്. 22 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. വീണ്ടും ഏകദേശം അറേഞ്ച് ചെയ്ത് വീണ്ടും ഇറങ്ങുന്നത് 1 സൈഡ് ഇറക്കം തന്നെയായിരുന്നു. അപ്പം ഇന്ന് കുറച്ച് ഷെയർ ഏകദേശം 7-8 ഷെയറുകളും നമുക്ക് ചാൻസ് തന്നിട്ടുണ്ട്. നോക്കിയിരുന്ന് ചെയ്യുന്നവർക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ രീതികൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുള്ള വീഡിയോ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. മൈ മോസ്റ്റ് സക്സസ്ഫുൾ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. താല്പര്യമുള്ളവർ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.